Good morning dear students. നമ്മൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ച മാത്സിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യമാണ് പഠിക്കുന്നത്. ഓക്കെ then ഇനി നമുക്ക് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് അഡിഷൻ. അഡിഷൻ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നതല്ല, പക്ഷെ എന്താണ് 5 ഡിജിറ്റ് നമ്പേഴ്സ് കൊണ്ടുള്ള അഡിഷൻ. നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ 3ഉം 4ഉം വരെയുള്ള കാര്യങ്ങളാണ് പഠിച്ചു നിർത്തിയത്. ഇനി പഠിക്കാനുള്ളത് 5 ഡിജിറ്റ് നമ്പേഴ്സിന്റെ അഡിഷൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, അഡിഷൻ. The operation to find the total of 2 or more numbers is called addition. രണ്ടോ അതിൽ കൂടുതലോ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത ഒരു എന്ത് രീതി, അതിനെയാണ് നമ്മൾ അഡിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The numbers to be added are called addends. അല്ലെ, നമ്പേഴ്സ് പരസ്പരം ആഡ് ചെയ്യുന്ന നമ്പറുകളെ നമ്മൾ addends എന്നും the result obtained after addition is called its sum. നമ്മൾക്ക് നമ്പേഴ്സ് തമ്മിൽ കൂട്ടി കിട്ടുന്ന റിസൾട്ട്, നമ്മളുടെ ആൻസർ ടീച്ചർ പറഞ്ഞു അത് എന്താണ്, സം അല്ലെ, SUM, സം എന്നുമാണ് പറയുന്നത് അല്ലെ. അതായത് 11 + 12 ഇതിനകത്ത് ഈ പറയുന്നതെല്ലാം എന്താണ്, ആഡഡ് അല്ലെ. ഇതെല്ലാം ആഡൻസും ഇവിടെ കൂട്ടി കിട്ടുമല്ലോ. 2 + 1 3, 1 + 2 23. ഈ കിട്ടുന്ന ഈ ആൻസർ എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്മും ആണ്. കണ്ടോ, ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ടാണോ ആഡ് ചെയ്യുന്നത് ആ നമ്പേഴ്സിനെല്ലാം കൂടെ ആഡൻസ് എന്നും കിട്ടുന്ന നമ്മുടെ ഫൈനൽ ആൻസർ അതിനെ സം എന്നും പറയുന്നു. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ്. അടുത്തത് ഇനി പറയുന്നത് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ വിത്തൗട്ട് അഡിഷൻ, അഡിഷൻ വിത്തൗട്ട് ക്യാരിയിങ്. കണ്ടോ, അപ്പൊ അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറഞ്ഞിട്ടുള്ള എക്സസൈസ് ആണ് ടീച്ചർ ഇവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോട്ട്ബുക്കിനകത്തോട്ട് അഡിഷൻ എന്ന ഹെഡിങ് എഴുതിയിട്ട് അഡിഷൻ വിത്തൗട്ട് ക്യാരിയിങ്, അഡിഷൻ വിത്തൗട്ട് ക്യാരിയിങ് കൊണ്ട് പേജ് നമ്പർ 114, പേജ് നമ്പർ 114 കണ്ടോ, അഡിഷൻ വിത്തൗട്ട് ക്യാരിയിങ്. അപ്പൊ അതങ്ങനെ ഹെഡിങ് കൊടുത്തതിന് ശേഷം 1 നമ്പർ ഇട്ട് ആഡ് 56,931 and 32,024. ഇങ്ങനെ രണ്ട് 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം തന്നിരിക്കുന്ന നമ്പേഴ്സ് അതുപോലെ എഴുതുക. 132,020. കണ്ടോ, രണ്ട് നമ്പേഴ്സ് ആണ്, ഇതൊരു 5 ഡിജിറ്റ് നമ്പർ ആണ്. 1 2 3 4 5 ഡിജിറ്റ് നമ്പർ. ഇതിന്റെ ones, tens, hundreds, thousands, 10,000s ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. 5 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ ഓൺസിന്റെ പ്ലേസ് ആണ് ആഡ് ചെയ്യുന്നത്. ഓൺസിന്റെ പ്ലേസ് അല്ലെ, നമ്മൾ 4 ഡിജിറ്റും 3 ഡിജിറ്റും ഒക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെയാണ് 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിലും ഇനി അങ്ങോട്ട് 6 ഡിജിറ്റ് നമ്പർ ആണെങ്കിലും ഒക്കെ സെയിം രീതിയിൽ തന്നെയാണ് ആഡ് ചെയ്യുക. തുടങ്ങുന്നത് ഓൺസിന്റെ പ്ലേസിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പൊ ഓൺസിന്റെ പ്ലേസ് ആഡ് ചെയ്യുക. 1ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിൽ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആഡ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ തന്നിരിക്കുന്നതിൽ വലുത് ഏതാണ് ചെറുത് ഏതാണ്, വലുതിൽ നിന്നും ചെറുത് മൈനസ് ചെയ്യണം എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ അതൊന്നും ഇല്ല. ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ഏത് സംഖ്യകളാണെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഓൺസിന്റെ പ്ലേസ് നോക്കുമ്പോൾ 1ഉം 4ഉം ആണ് അല്ലെ. എങ്ങനെയാണ്, നിങ്ങൾക്ക് 1 + 4 ആണ് ആഡ് ചെയ്യാൻ എളുപ്പമെങ്കിൽ അങ്ങനെ, ദെൻ 4 + 1 ആഡ് ചെയ്യാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെയും ആവാം, എന്തായാലും ഒരു കുഴപ്പവും ഇല്ല. അപ്പോ 1 + 4, 1 കഴിഞ്ഞ് 4 ആഡ് ചെയ്യുക. 2 3 4 5. ടീച്ചർ കൈ ഒന്നും എടുത്ത് വെച്ച് കാണിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? 4ഉം 1ഉം കൂടെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെയോ? 1 + 4 എത്ര എന്ന് പറഞ്ഞേ? 5. ഓക്കെ, ദെൻ ഓൺസിന്റെ പ്ലേസ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് പ്ലേസസ് നോക്കുമ്പോൾ ടെൻസ് ആണ്. ആണോ, വൺസ് കഴിഞ്ഞ് ടെൻസ് ആണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ടെൻസിന്റെ പ്ലേസ് നോക്കുക. 3 + 2 = പെട്ടെന്ന് പറയണം കേട്ടോ. ഈ അഡിഷനകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു സംഖ്യകളൊക്കെ തരുമ്പോൾ നിങ്ങൾ ബൈഹാർട്ട് ആയിട്ട് പറയണം. അതിന്റെ കൈയും കാലും എടുത്ത് വെച്ച് ടീച്ചറെ പറയണമെന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ, പെട്ടെന്ന് വിട്ടിട്ട് പറയുക. ഓക്കെ, അപ്പൊ 3 + 2 എത്രയാണ്? 3 + 2 നോക്കിയേ, വേഗം
equal to 5. Then ones കഴിഞ്ഞു, tens കഴിഞ്ഞു. So the next place hundreds. അല്ലയോ? hundreds നോക്കുമ്പോ 9ഉം 0. 9 plus 0, 9ന്റെ കൂടെ 0. ടീച്ചർ നേരത്തെ പറഞ്ഞു ഏതൊരു സംഖ്യയുടെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ the final answer is the same number. അല്ലേ? So 9 plus 0, 9ന്റെ കൂടെ 0 അല്ലേ ആഡ് ചെയ്യുമ്പോൾ ആൻസർ 9. 9 തന്നെ വന്നു. ഓക്കെ. Then 100ന്റെ പ്ലേസും കഴിഞ്ഞു. Then next place thousands. അല്ലയോ? അപ്പൊ അത് നോക്കുക. 6ഉം 2ഉം. 6 plus 2. 6 plus 2 equal to പറഞ്ഞോ, എത്രയാണ് വേഗം പറഞ്ഞേ? 6 plus 2 equal to 6 കഴിഞ്ഞ് 7 8 അല്ലേ? 8. ഓക്കെ. then next അടുത്തത് 10,000ന്റെ പ്ലേസ് ആണ്. 10,000 നോക്കുമ്പോൾ 5ഉം 3ഉം. then 5 plus 3, 5ന്റെ കൂടെ 3 കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ആൻസർ? 5 plus 3 equal to 8 അല്ലയോ? അപ്പം 8 വന്നു. so the answer means sum equal to 88,955. കണ്ടോ? 88,955 എന്നുള്ള 5 ഡിജിറ്റ് നമ്പർ തന്നെ നമുക്ക് അവിടെ സം ആയിട്ട് കിട്ടി. ഇവിടെ ടീച്ചർ എന്താണ് ഇങ്ങനെ കോമ ഇട്ട് തിരിച്ചു. അതായത് ഇത് വൺസിന്റെ ഗ്രൂപ്പും ഇത് തൗസൻഡ്സിന്റെ ഗ്രൂപ്പും. നമ്മൾ ആദ്യം പറഞ്ഞ ഓർമ്മയില്ലയോ? ഓൺസും ടെൻസും ഹൺഡ്രഡ്സും കൂടെ ചേർന്ന ഓൺസിന്റെ ഗ്രൂപ്പായിട്ട് മാറ്റി. നീ ഇപ്പുറത്ത് 1000ഉം 10,000ഉം കൂടെ ഉള്ള തൗസൻഡ്സിന്റെ ഗ്രൂപ്പായിട്ട് മാറ്റി. അതുകൊണ്ടാണ് അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് മാറ്റുന്നതാണ് ഇവിടെ എന്ത് കോമ ഇട്ടേക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ ആൻസർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ അത് ശരിയായിട്ടല്ലേ നമുക്ക് കിട്ടിയത്? ഓക്കെ. സെയിം ആൻസർ 88,955 എന്നുള്ള 5 ഡിജിറ്റ് നമ്പർ നമുക്ക് അതിന്റെ സം ആയിട്ട് കിട്ടി. ഓക്കെ. then next exercise 2.1. exercise 2.1 ദാണ്ടെ exercise 2.1. ഓക്കെ. അവിടെ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിനകത്തെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ടീച്ചർ ഇപ്പോൾ ചെയ്ത് ഇവിടെ കാണിക്കും ബോർഡിൽ. ബാക്കി നിങ്ങൾ അതുപോലെ ബാക്കിയുള്ള 4 എണ്ണം നിങ്ങൾ തന്നെ നോട്ട്ബുക്കിനകത്തോട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ. നോക്കിയേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. 61,754ന്റെ കൂടെ 36,232 നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ പ്ലേസ് വാല്യൂ ഒക്കെ ഒന്ന് എഴുതാം കേട്ടോ. നോക്കിയോ, ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s. ഓക്കെ ആണല്ലോ. 5 ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ? 1 2 3 4 5 ഡിജിറ്റ് നമ്പർ. അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്യാം. ആദ്യം ഏതിന്റെ പ്ലേസ് ആണ് ആഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് പറഞ്ഞേ എല്ലാവരും. ടീച്ചർ ചോദിക്കുമ്പോ ഉത്തരം പറയാനും ടീച്ചറിന് കേട്ടോ. അപ്പോ ആദ്യം നമ്മൾ ഏതിന്റെ പ്ലേസ് ആണ് ആഡ് ചെയ്യുന്നത്? ഓൺസിന്റെ പ്ലേസ് ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ നോക്കിക്കോ, 4 plus 2, 4 plus 2, 4ന്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 5 6 അല്ലേ? 4 plus 2 6. then അടുത്ത പ്ലേസ് ടെൻസിന്റെ പ്ലേസ് ആണ്. അതായത് 5ഉം 3ഉം ആണ് ടെൻസിന്റെ പ്ലേസ് വാല്യൂസ് അവിടെ. അപ്പൊ അതെന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 5 plus 3, 5 plus 3 equal to 5 കഴിഞ്ഞ് 6 7 8 അല്ലേ? 5 plus 3 equal to 8. then അടുത്ത പ്ലേസ് ഹൺഡ്രഡ്സിന്റെ പ്ലേസ് ആണല്ലേ? അവിടെ നോക്കുമ്പോൾ 7ഉം 2ഉം ആണ് തന്നിരിക്കുന്നത്. 7ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക. എത്രയാണ്? 7 plus 2 equal to 7 കഴിഞ്ഞ് 8 then 9 അല്ലേ? 7 plus 2 9. then അടുത്തത് തൗസൻഡ്സിന്റെ പ്ലേസ് വാല്യൂ ആണ് ആഡ് ചെയ്യുന്നത്. തൗസൻഡ്സിന്റെ പ്ലേസ് വാല്യൂ നോക്കുമ്പോ 1ഉം 6ഉം. 6 plus 1 എത്രയാണെന്ന് ഉറക്കെ പറഞ്ഞു എല്ലാവരും. എത്രയാണ് 6 plus 1? 7. then last 10,000ന്റെ പ്ലേസ് വാല്യൂ നോക്കുമ്പോ 6ഉം 3ഉം ആണ് ഉള്ളത് അല്ലേ? 6 plus 3 എത്രയാണ്? 7 8 9. 6 plus 3 equal to 9. so sum equal to എത്രയാണ്? 97,986 എന്നുള്ള 5 ഡിജിറ്റ് നമ്പർ തന്നെ നമുക്ക് ഫൈനൽ നമ്മുടെ ആൻസർ നമുക്ക് സം ആയിട്ട് കിട്ടി. അപ്പൊ അതവിടെ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കണം ആദ്യം, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്തോട്ട് എഴുതിയെടുത്താൽ മതി കേട്ടോ. നോട്ട്ബുക്കിനകത്തോട്ട് ടീച്ചർ ഈ ബോർഡിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ നോക്കി എഴുതാതെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് വെക്കുക. വീഡിയോ എന്ത് ചെയ്യുക? അവിടെ പോസ് ചെയ്ത് വെക്കുക
കേട്ടോ. ടീച്ചർ കുറച്ചുകൂടെ അവിടെ ഇങ്ങനെ അനക്കാതെ നിർത്തിയേക്കുക, പോസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ടീച്ചറെ നോക്കരുത്, ബോർഡിലോട്ട് നോക്കാതെ, ടീച്ചറിന്റെ വീഡിയോയിലോട്ട് നോക്കാതെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫൈനൽ നിങ്ങൾക്ക് സമ്മ കിട്ടുമല്ലോ. കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ടീച്ചറെ നോക്കുക. ടീച്ചർ നോക്കിയിട്ട് അതായത് ബോർഡ് നോക്കുക. ബോർഡ് നോക്കുമ്പോൾ ആൻസർ ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ വീണ്ടും ടീച്ചറിനെ എന്ത് ചെയ്യുക, പോസ് മാറ്റി പ്ലേ ആക്കിയിട്ട് വീണ്ടും ഓടിച്ചു തുടങ്ങുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ വരും. വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, പോസ് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ടീച്ചറിനെ ഓടിക്കാൻ തുടങ്ങുക. കേട്ടോ, അങ്ങനെ ചെയ്തു നോക്കണം. അല്ലാതെ ഇങ്ങനെ കണ്ടങ്ങ് എഴുതി വെക്കരുത്. ചെയ്തോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നിങ്ങളുടെ അവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി. പ്ലേസ് വാല്യൂസ് നമുക്ക് എഴുതാം. ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s. ഓക്കെ, ആദ്യം ഓൺസിന്റെ പ്ലേസ് ആഡ് ചെയ്യാം. 3 + 6 എത്രയാണ്? 3 + 6 3 കഴിഞ്ഞിട്ട് 4 5 6 7 8 9 അല്ലേ? അപ്പോ എത്രയാണ്? 3 + 6 = 9. Then 10 പ്ലേസ് നോക്കുക. 4ഉം 1ഉം 4 + 1 = 4നെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5. Then ഹൺഡ്രഡ്സിന്റെ പ്ലേസ് നോക്കുക. 1ന്റെ കൂടെ 5 ആഡ് ചെയ്യുക. 1 + 5 1 + 5 = 6. Then തൗസൻഡിന്റെ പ്ലേസ് നോക്കുക. 2 + 2 2 + 2 3 4 അല്ലേ? 2 + 2 = 4. ഈ 2 + 2 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണം കേട്ടോ. 2 + 2 എല്ലാവർക്കും അറിയാം, 4. Then 10,000 പ്ലേസ് വാല്യൂ 6ഉം 3ഉം 6ഉം 3ഉം നമ്മൾ ഇവിടെ ആഡ് ചെയ്തു അല്ലേ? 6 + 3 = 9. So the final answer sum equal to 94,659. 94,659 എന്നുള്ള 5 ഡിജിറ്റ് നമ്പർ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. ചെയ്തോ? ഓക്കെ, എളുപ്പമല്ലയോ? അഡിഷനൊക്കെ വളരെ എളുപ്പമല്ലേ? പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചൊന്ന് നല്ല കെയർ ആയിട്ടിരുന്നൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മാർക്കും പോകത്തില്ല, അല്ലയോ? Then next C question നോക്കിക്കേ. സി നോക്കിയേ, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ 5 ഡിജിറ്റിലാണ് നമ്പേഴ്സ് ആണ്, 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അതായത് 24,712, 32,104, then 41,051. ഇങ്ങനെ 3 നമ്പേഴ്സ് ഉണ്ട് നമ്മൾക്ക്, 5 ഡിജിറ്റ് നമ്പേഴ്സ്. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ അല്ലേ? എന്താ പ്രശ്നം? എന്താ, നമ്മൾ ആഡ് ചെയ്യുമല്ലോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും, അല്ലയോ? അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, തന്നിട്ടുള്ളതെല്ലാം നോക്കുക. ഇവിടെ നമ്മൾ ഓൺസിന്റെ പ്ലേസ് നോക്കുക, ടെൻസിന്റെ പ്ലേസ് എഴുതുക. അങ്ങനെ ആദ്യം പ്ലേസ് വാല്യൂസ് എഴുതാം. ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, then 10,000s ആണല്ലോ. പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഇതുവരെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ഓൺസിന്റെ പ്ലേസ് അങ്ങ് കൂട്ടാം. ഓക്കെ, അപ്പൊ ആദ്യം ഓൺസിന്റെ പ്ലേസ് നോക്കാം. ഓൺസിന്റെ പ്ലേസിൽ നേരത്തെ 2 സംഖ്യകൾ ആഡ് ചെയ്യാനും ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇവിടെ ഒന്നും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് 2 എണ്ണം വെച്ച് ആഡ് ചെയ്യാം. 2ഉം 4ഉം കൂടെ ആഡ് ചെയ്യുക. 2 + 4 എത്രയാണ്? 2 കഴിഞ്ഞ് 3 4 5 6 2 + 4 = 6. 2ഉം 4ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടി. ആ കൂട്ടിക്കിട്ടിയ 6നെ ഇനിയുള്ള ഒരെണ്ണം, അതായത് 1 കൊണ്ട് ആഡ് ചെയ്യുക അല്ലേ? ഈ 2 + 4 എന്ന് പറഞ്ഞാൽ 6 കിട്ടി. ആ 6ന്റെ കൂടെ നമ്മൾ ഇത് 1 കൂടെ ആഡ് ചെയ്യുക. 6 + 1 6ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 അല്ലയോ? എളുപ്പമല്ലയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇവിടെ? ആദ്യം നമ്മൾ 2 എണ്ണം കൂട്ടി, 2ഉം 4ഉം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് വന്നു. ആ 6നെ നമ്മൾ എന്ത് ചെയ്തു? ഇനിയുള്ള ഒരെണ്ണം എന്താണ്? 1 അല്ലെ? ആ 1 കൂടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. 6 + 1 = 7. ഓക്കെ, നെക്സ്റ്റ് നോക്കുമ്പോ ഇനിയുള്ളത് എന്താണ്? ടെൻസിന്റെ പ്ലേസ്. 1ഉം 0, 1 + 0 എത്രയാണ്? 1 + 0 = 1 അല്ലേ? 1ന്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ 1 തന്നെ വന്നു. അപ്പൊ 1 + 0 1, ആ 1ഉം ഈ 5ഉം 1 + 5 1ന്റെ കൂടെ 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 1 + 5 6 അല്ലയോ? നെക്സ്റ്റ് 100ന്റെ പ്ലേസ് ആണ്.
7ഉം 1ഉം ആണ് ആദ്യം. അപ്പോൾ 7 + 1 7 + 1 = 8 അല്ലെ? 7 + 1 = 8. 8ന്റെ കൂടെ 0 ആണ്. എന്താണ്? 8 തന്നെ. നെക്സ്റ്റ് 1000ന്റെ പ്ലേസ് നോക്കുമ്പോൾ 4 + 2 4 + 2 = 4 കഴിഞ്ഞ് 5 6 4 + 2 = 6 അല്ലേ? 6ന്റെ കൂടെ നമുക്ക് ഇനി ഇവിടെ എന്തുണ്ട്? ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 6 വന്നു. ഈ 6നെ ഈ 1 കൊണ്ട് ആഡ് ചെയ്യുക. 6 + 1 7 അല്ലേ? then 10,000ന്റെ പ്ലേസ് 2ഉം 3ഉം 2 + 3 2 കഴിഞ്ഞ് 3 4 5 2 + 3 = 5. അപ്പോൾ 2ഉം ഈ 3 കൂടെ കൂട്ടിയപ്പോൾ 5 കിട്ടി. ഈ 5ഉം ഈ 4ഉം കൂടെ തമ്മിൽ ആഡ് ചെയ്യുക. 5 + 4 5 കഴിഞ്ഞ് 6 7 8 9 5 + 4 = 9. so the final sum equal to 97,867 97,867 എന്നുള്ള 5 ഡിജിറ്റ് നമ്പർ നമുക്ക് ആൻസർ കിട്ടി. കണ്ടോ എല്ലാവരും? ഓക്കെ, കണ്ടോ? അപ്പോ ഈ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കണേ. അടുത്ത നോക്കിയേ, ഇനിയുള്ള ആദ്യത്തെ 3 എണ്ണം അപ്പൊ ടീച്ചർ ഇപ്പൊ ഹോംവർക്ക് ചെയ്തു. ഇനിയുള്ള ഡിയും ഇയും എഫും 3 എണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഹോംവർക്ക് ചെയ്യുക. കേട്ടോ? അപ്പൊ അത് അഡിഷൻ ആണ്. അഡിഷൻ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരിക്കും. തന്നിരിക്കുന്നതെല്ലാം അതുപോലെ നോക്കി എന്ത് ചെയ്യുക? ചെയ്താൽ മാത്രം, കൂട്ടി വെച്ചാൽ മാത്രം മതി. എക്സസൈസ് 2.1 ഡിയും ഇയും എഫും ഹോംവർക്ക് ആണ്. എക്സസൈസ് 2.1 ഡിയും ഇയും എഫും ഹോംവർക്ക് ആണ്. അതുപോലെ തന്നെ ഇതിന് തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ എക്സസൈസ് കണ്ടോ? റൈറ്റ് ഇൻ കോളംസ് ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ സം. കണ്ടോ? അതിനകത്തെ എ ബി സി ഡി ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇതൊക്കെ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് തരാൻ പറയണം എന്നുള്ളത് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കാനാണ്. ടീച്ചേഴ്സ് ബോർഡിൽ ഇങ്ങനെ കണക്ക് എഴുതിയിട്ട് നിങ്ങൾ അത് ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവും കാണത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് മാത്സ് ഒക്കെ എത്ര നന്നായിട്ട് ചെയ്ത് പഠിക്കുന്നു അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും അല്ലെ? ബാക്കി സബ്ജക്റ്റ് പോലെ നമുക്ക് ഒരിക്കലും കാണാതെ പഠിക്കാനോ അല്ലെ ഒന്നും പറ്റത്തില്ല. ചെയ്ത് തന്നെ മാത്സ് പഠിക്കണം അല്ലെ? അതിനകത്താണ് നമ്മളുടെ മാർക്ക് സ്കോർ ചെയ്യുന്നതിരിക്കുന്നത് അല്ലെ? മാത്സ് എന്ന് പറഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്യുക. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് എത്രത്തോളം കണക്കുകൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന അത്രത്തോളം നിങ്ങൾക്ക് എന്താണ് പെർഫെക്റ്റ് ആവുകയാണ് നിങ്ങൾ ആ മാത്സിനകത്ത്. ഓക്കെ, അപ്പൊ അത് ഹോംവർക്ക് ചെയ്യണേ എല്ലാവരും. ദെൻ ഇനി നോക്കിക്കേ. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് അഡിഷൻ അല്ലെ? അതായത് വേർഡ് പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് വരിക്കണക്ക് കേട്ടിട്ടില്ലേ? വരിക്കണക്ക്. അപ്പൊ അതാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്, വേർഡ് പ്രോബ്ലംസ്. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അതായത് നമ്മളിപ്പോ ഹോംവർക്ക് ചെയ്യും എന്ന് പറഞ്ഞതിന് തൊട്ട് താഴെ ഇതാണ് ഇവിടെ കണ്ടോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In a circus, 90,784 people visited on Saturday. On Sunday, 30,203 people visited. How many people did visit for both the days? അല്ലെ, അതായത് ഒരു സർക്കസ് കമ്പനിയിൽ സാറ്റർഡേ ശനിയാഴ്ച ദിവസം 19,784 ആളുകൾ എന്ത് ചെയ്തു? സർക്കസ് കാണാനായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ടുള്ള സൺഡേ ഞായറാഴ്ച 30,203 30,203 അല്ലെ, ഇത്ര ആളുകള് ഞായറാഴ്ച സർക്കസ് കാണാൻ വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് ഹൗ മെനി പീപ്പിൾ ഡിഡ് വിസിറ്റ് ഫോർ ബോത്ത് ദ ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും കൂടെ എത്ര ആളുകളായിരിക്കും ടോട്ടൽ മൊത്തത്തില് ആ സർക്കസ് കാണാൻ വന്നിട്ടുണ്ടാവുക അല്ലെ? നമ്മളോട് പറയുന്നു ശനിയാഴ്ച ദിവസം മാത്രം 90,784 19,784 പേരും ഞായറാഴ്ച ദിവസം 30,203 പേരുമാണ് സർക്കസ് കാണാനായിട്ട് വന്നത്. 2 ദിവസം ശനിയും ഞായറും. അങ്ങനെയാണെങ്കിൽ ഈ ശനിയും ഞായറും കൂടെ ഒരുമിച്ച് എത്ര ആളുകളായിരിക്കും മൊത്തത്തിൽ വന്നിട്ടുണ്ടാകുക? ഹൗ മെനി പീപ്പിൾ ഡിഡ് വിസിറ്റ് ഫോർ ദ ഡേയ്സ്. ഹൗ മെനി എത്ര അല്ലെ? നമ്മളോട് എത്രയുണ്ടായിരുന്നു, എത്രയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തന്നിരിക്കുന്നത് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുകയാണ് വേണ്ടത് അല്ലെ? ഹൗ മെനി എത്ര എണ്ണം അല്ലെ? ഇനി എത്ര, അതായത് നമ്മൾ മുന്നോട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ ഹൗ മെനി എത്ര അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള ഡേറ്റാസ് തന്നിട്ടുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യുക? പരസ്പരം ആഡ് ചെയ്യുക.
നോക്കിയേ. അപ്പൊ സ്റ്റെപ്പ് എഴുതണം ഇങ്ങനെ അല്ലെ. വേർഡ് പ്രോബ്ലം ആകുമ്പോൾ നമ്മൾ വരിക്കണക്ക് എന്നാണ് മലയാളം പറയുക, അല്ലെങ്കിൽ വരി എഴുതി വേണം ചെയ്യാനായിട്ട്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ആണ് എഴുതിയിരിക്കുന്നത്. ഇൻ എ സർക്കസ് 90,784 people visited on Saturday. On Sunday 30,203 people visited. How many people did visit for both the days? അല്ലെ. അപ്പോ the pupils visited on Saturday അല്ലെ, ശനിയാഴ്ച ദിവസം സർക്കസ് കമ്പനിയിൽ വന്ന ആളുകളുടെ എണ്ണം 90,784. Okay, then the pupils visited on Sunday, ഞായറാഴ്ച ദിവസം സർക്കസ് കമ്പനിയിൽ വന്ന ആളുകളുടെ എണ്ണം 30,203, 30,203. Then അങ്ങനെയാണെങ്കിൽ how many people visit for both days? ഈ സാറ്റർഡേയും സൺഡേയും കൂടെ ഒരുമിച്ച് ടോട്ടൽ എത്ര ആളുകളായിരിക്കും സർക്കസ് കമ്പനിയിൽ വന്നിട്ടുണ്ടാവുക? അപ്പൊ എന്താണ് തന്നിട്ടുള്ള ഡേറ്റാസ്? 90,784 പീപ്പിൾസിന്റെയും 30,203 പീപ്പിൾസും കൂടെ തമ്മിൽ ആഡ് ചെയ്യുക. സോ 90,784 പ്ലസ് 30,203 ആഡ് ചെയ്യുക. ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം. 90,784ഉം 30,203 കൂടെ ആഡ് ചെയ്യാണ് അല്ലേ. പ്ലസ് ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s ആണല്ലോ. ആഡ് ചെയ്യാം. ആദ്യം ഓൺസിന്റെ പ്ലേസ് ആഡ് ചെയ്യുകയാണ്. 4ഉം 3ഉം. 4 + 3, 4 + 3 5, 6, 7. 4 + 3 = 7. Then ടെൻസിന്റെ പ്ലേസ് നോക്കുമ്പോൾ 8ഉം 0. 8 + 0 = 8ന്റെ കൂടെ 0 കൂടെ ആഡ് ചെയ്യുമ്പോൾ 8. Then 100ന്റെ പ്ലേസ് നോക്കുമ്പോൾ 7, 2. 7 + 2, 7 + 2 8, 9. 7 + 2 = 9. Then 1000ന്റെ പ്ലേസ് 9 + 0, 9 + 0 = 9. Then 10,000 1 + 3, 1ഉം 3ഉം. 1 + 3 = 1ഉം 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 4. സോ ടോട്ടൽ അവിടെ 2 ദിവസം ശനിയും ഞായറും കൂടെ വന്ന ആളുകളുടെ മൊത്തത്തിലുള്ളൊരു കണക്കെന്ന് പറഞ്ഞാൽ 49,987 പീപ്പിൾസ്. കണ്ടോ, ഇത് സൈഡിലുള്ള കണ്ടോ. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വരി എഴുതി തന്നെ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള സെന്റൻസ് തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താണ്, ഈ എഴുതിയിരിക്കുന്ന അഡിഷൻ കറക്റ്റ് ആയിരിക്കണം, കിട്ടിയ ഫൈനൽ സമ്മും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ. അപ്പോ the peoples visited on Saturday 90,784. Then the peoples visited on Sunday 30,203. Then how many people visited for both days? ശനിയും ഞായറും 2 ദിവസങ്ങളും കൂടെ ചേർത്ത് എത്ര ആളുകൾ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആൻസർ 2ഉം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ ആൻസർ കിട്ടി 49,987 പീപ്പിൾസ്. ഓക്കെ. നോട്ട്ബുക്കിനകത്തോട്ട് ക്വസ്റ്റ്യൻ ആദ്യം എഴുതി എടുത്തതിന് ശേഷം ആൻസർ എന്ത് ചെയ്യുക, അതിന് താഴെയായിട്ട് എഴുതുക. ഓക്കെ. Okay, the next question. Okay, in an entrance examination 1,57,698 candidates passed. If the number of failure was 5,31,301, find the total numbers of candidates who appeared for the examination. അല്ലെ, അതായത് ഒരു എൻട്രൻസിന്റെ എക്സാമിനേഷൻ, എൻട്രൻസ് പരീക്ഷ, അതില് എന്താണ് ജയിച്ചവരുടെ അല്ലെ, കാൻഡിഡേറ്റ്സ് പാസ്ഡ്, ജയിച്ച വിദ്യാർത്ഥികൾ അല്ലെ, പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അല്ലെ. അപ്പൊ എൻട്രൻസ് പരീക്ഷ എഴുതിയതിനകത്ത് 1,57,698 വിദ്യാർത്ഥികൾ ജയിച്ചു. ഇഫ് ദ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് വാസ്, ഇനി പരീക്ഷയ്ക്ക് ജയിക്കാതെ തോറ്റ വിദ്യാർത്ഥികളുടെ എണ്ണം 5 lakh അല്ലെ, 5,31,301 കുട്ടികൾ എന്ത് ചെയ്തു, പാസ്സായില്ല, ജയിച്ചില്ല.
അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ഫോർ ദ എക്സാമിനേഷൻ. മൊത്തത്തിൽ എത്ര കുട്ടികളായിരിക്കും അപ്പൊ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവുക അല്ലെ? എത്രയോ ലക്ഷം കുട്ടികൾ എഴുതി, അതിനകത്ത് 1 ലക്ഷത്തിൽ ചില്ലാനും കുട്ടികൾ ജയിച്ചു, ബാക്കി 5 ലക്ഷത്തിൽ ചില്ലാനും കുട്ടികൾ തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികളായിരിക്കും ഫുള്ള് അല്ലെ ടോട്ടൽ എത്ര കുട്ടികളായിരിക്കും എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവുക എന്നാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. നമ്മളോട് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ടോട്ടൽ അല്ലെ, ഫൈൻഡ് ദ ടോട്ടൽ എന്ന് പറയുമ്പോൾ തന്നിട്ടുള്ള നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യണം അല്ലെ. ഹൗ മെനി എത്ര, അതുപോലെ ടോട്ടൽ എത്ര എണ്ണം, ടോട്ടൽ അല്ലെ മൊത്തത്തിലുള്ളത് കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തന്നിട്ടുള്ള ഡേറ്റാസ് വെച്ച് ആഡ് ചെയ്യുക. ഇവിടെയും നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് 2 പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എഴുതിക്കേ. സ്റ്റെപ്പ് ടീച്ചർ എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പാസ്ഡ് അല്ലെ, ജയിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 1,57,698 അല്ലെ, 1,57,698. Then number of candidates failure അല്ലെ, തോറ്റ കുട്ടികളുടെ എണ്ണം 5,31,301. Then the total number of candidates will appear the examination. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊത്തത്തിലുള്ള എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം അല്ലെ, എക്സാം എഴുതിയ ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 1,57,698 പ്ലസ് 5,31,301 രണ്ടും കൂടെ ആഡ് ചെയ്ത് വെക്കുക. 1,57,698 അതുപോലെ തന്നെ 5,31,301 കൂടെ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ഓക്കെ, അഡിഷൻ അല്ലോ. അപ്പൊ ആദ്യം വൺസിന്റെ പ്ലേസ്, ടെൻസിന്റെ പ്ലേസ് 100, 1000, 10,000, ലാക്കും കൂടെ അല്ലെ, അതായത് 6 ഡിജിറ്റ് നമ്പർ ആണല്ലോ. അപ്പൊ ആദ്യം ഓൺസിന്റെ പ്ലേസ് 8 + 1, 8ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 + 1 = 9. Then ടെൻസിന്റെ പ്ലേസ് 9 ഉം 0, 9 + 0, 9 + 0 = 9. Then ഹൺഡ്രഡ്സിന്റെ പ്ലേസ് 6 + 3, 6 ഉം 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 7, 8, 9 അല്ലെ, അതും 9. Then 1000ന്റെ പ്ലേസ് 7 + 1, 7ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്, 8. Then 10,000ന്റെ 5 ഉം 3 ഉം 5 + 3 എത്രയാണ്, 6, 7, 8 അല്ലെ, അവിടെയും 8. Then ലാക്കിന്റെ പ്ലേസ് 1 ഉം 5 ഉം 1 + 5, 1 + 5 = 6. So the final sum equal to 6,88,999 candidates എന്നോ സ്റ്റുഡൻസ് എന്നോ ഒക്കെ എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടം. ഓക്കെ, അപ്പോ മൊത്തത്തില് ആ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതിയത് 6,88,999 കുട്ടികൾ അല്ലെ, 6,88,999 സ്റ്റുഡൻസ് ആ എൻട്രൻസ് എക്സാം എഴുതി. അതിൽ നിന്നും 1 ലക്ഷത്തിൽ ചില്ലാനും കുട്ടികൾ 1,57,698 സ്റ്റുഡൻസ് പരീക്ഷ ജയിച്ചു. ബാക്കിയുള്ള 5,31,301 സ്റ്റുഡൻസ് എക്സാം തോറ്റു. കണ്ടോ എല്ലാവരും? അത് നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കണേ. ഇത് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ, അത് നോക്കിയേ. ഓക്കെ, അപ്പോ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഹോംവർക്ക് ചെയ്യാമോ? സ്വന്തമായിട്ട് മൂന്നാമത്തെ അവിടുത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഹോംവർക്ക് ചെയ്യുക, സ്വന്തമായിട്ട് ഹോംവർക്ക് ചെയ്യുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഹോംവർക്ക് ചെയ്തതിന്റെ ആൻസർ ചെക്ക് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ടീച്ചർ അതിന്റെ ആൻസർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് കാണരുത്, നിങ്ങൾ ചെക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി കേട്ടോ. ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ ആൻസറും സ്റ്റെപ്പും എല്ലാം ടീച്ചർ ആ വീഡിയോയുടെ ബാക്കിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എയും ബിയും ടീച്ചർ നിങ്ങൾക്ക് ബോർഡിൽ ഇവിടെ ചെയ്ത് തന്നു. ഇനി ഒരു പ്രോബ്ലം കൂടി ഉള്ളൂ, അത് അഡിഷൻ തന്നെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് there are
92,789 മെന്നും 1,03,002 women and 4,113 children in a town. Find the population of the town. അതായത് ഒരു ടൗൺ, ഒരു പട്ടണത്തില് 92,783 മെന്ന് അല്ലെ പുരുഷന്മാരും 1,03,002 വുമൻ അല്ലെ 1,03,002 അല്ലെ സ്ത്രീകളും പിന്നെ ഒരു 4,113 കുട്ടികളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പട്ടണത്തിലുള്ള ആകെ പോപ്പുലേഷൻ ജനസംഖ്യ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതിന്റെ ഫൈനൽ ആൻസർ ചെയ്ത് കിട്ടിയതിന് ശേഷം ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ടീച്ചർ അതിന്റെ സ്റ്റെപ്പും ആൻസറും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ചെയ്തിരിക്കുന്നത് ശരിയാണോ, കിട്ടിയ ഫൈനൽ ആൻസർ സമ്മ് ശരിയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തുക. ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കി, സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ വീഡിയോയുടെ ലാസ്റ്റ് നോക്കാം. അല്ലാതെ ആദ്യം കൊണ്ടൊന്നും നോക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇത്രയും പഠിക്കാം. കുറച്ച് പഠിച്ചു അല്ലേ? അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങള്, പറഞ്ഞ ഹോംവർക്കുകളെല്ലാം ചെയ്യുക. നമുക്ക് എല്ലാം ഒന്നും ഈ പാഠത്തിൽ പഠിച്ചു പോവണ്ട. അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. അതുകൊണ്ട് ആ ഹോംവർക്ക് ഇടയ്ക്കുള്ളത് തരും, ഇടയ്ക്കുള്ളത് തരത്തില്ല. അപ്പൊ അത് തരുന്നത് മാത്രം ചെയ്ത് നോക്കി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നന്നായിട്ട് മാത്സ് ചെയ്ത് നോക്കുക. ഹോംവർക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക തന്നെ വേണമെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. പിന്നെ ടീച്ചറിന് കാണാതെ നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ? അല്ലയോ, 61,000 എന്നൊക്കെ പറഞ്ഞ് എപ്പോഴെങ്കിലും കാണാതെ ഇങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് അത് എന്ത് ചെയ്യുക, റിവിഷൻ പോലെ തന്നെ ചെയ്ത് നോക്കുക വീട്ടിൽ ഇരുന്ന്. എന്നിട്ട് എന്തെങ്കിലും സംശയമാണെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം. ഓക്കെ ഓക്കെ, then thank you. ഗുഡ് മോർണിംഗ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എല്ലാവരും കഴിച്ചില്ലെങ്കിൽ ടെക്സ്റ്റ് നോട്ട്ബുക്ക് എടുത്ത് എല്ലാവരും ഒന്ന് പഠിക്കാൻ റെഡിയായോ? അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ പഠിച്ചാലോ? കുറച്ച് പഠിക്കാല്ലേ? കമ്പ്യൂട്ടർ പഠിക്കാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് പഠിച്ചോണ്ടിരുന്നത്? തേർഡ് ചാപ്റ്ററിലെ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടർ, അതല്ലേ നമ്മൾ സ്റ്റഡി ചെയ്തോണ്ടിരുന്നത് ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിച്ചത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചായിരുന്നു, പഠിച്ചില്ലേ? എന്തൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ്? മറന്നുപോയോ? ടീച്ചറോട് പറഞ്ഞു തന്നെ. എന്തൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ്? സ്പീഡ്, ആക്യുറസി, എഫിഷ്യൻസി, ഫ്ലെക്സിബിലിറ്റി, പിന്നെയോ സ്റ്റോറേജ് കപ്പാസിറ്റി. അതായിരുന്നു നമ്മൾ പഠിച്ച ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചല്ലേ? പിന്നെ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തത്? ഫങ്ഷണൽ യൂണിറ്റ്സ്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ടെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തു. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനെ CPU-നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ് CU. നമ്മൾ പഠിച്ചില്ലേ? പിന്നെ നമ്മൾ പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ എന്തായിരുന്നു മേജർ ഫങ്ഷൻസില്ലേ? 5 ഫങ്ഷൻസ് പഠിച്ചായിരുന്നു കാര്യങ്ങൾ. ഏതൊക്കെയായിരുന്നു അത്? ഇറ്റ് റിസീവ് ഡേറ്റ ആൻഡ് കമാൻഡ്സ് ആസ് ഇൻപുട്ടിൽ ഇൻപുട്ടിന്റെ രൂപത്തിൽ ഡേറ്റയും കമാൻഡും സ്വീകരിക്കുന്നു. ഇറ്റ് സ്റ്റോർ ആൻഡ് റിസീവ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. എന്തോ ചെയ്യുന്നു? റിസീവ് ചെയ്ത ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞു. ഇറ്റ് പ്രോസസ് ദ സ്റ്റോർ ഡേറ്റ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ബൈ ദ യൂസർ. യൂസർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ആ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഡേറ്റ എന്ത് പ്രോസസ് ചെയ്യുന്നു. ഇറ്റ് കൺട്രോൾ ഓൾ ദ പ്രോസസ് ഇൻസൈഡ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ അകത്ത് കിടക്കുന്ന എല്ലാ പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യുന്നു. ഇറ്റ് പ്രൊഡ്യൂസ് ദ റിസൾട്ട് ആസ് ഔട്ട്പുട്ട്. അവസാനം റിസൾട്ട് നമുക്ക് ഔട്ട്പുട്ടിന്റെ രൂപത്തിൽ തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തില്ലേ? ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് മെമ്മറി. എന്താണ് മെമ്മറി? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ടെക്സ്റ്റ് നോക്കിക്കേ എല്ലാവരും. Computer's memory can be divided into 2 categories. They are primary memory and secondary memory. കമ്പ്യൂട്ടറിന്റെ മെമ്മറി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്. എത്രയായിട്ടാണ് ക്ലാസിഫൈഡ്? into 2, primary memory and secondary memory. കമ്പ്യൂട്ടറിന്റെ മെമ്മറി നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? ക്ലാസിഫൈഡ് into 2, primary memory and secondary memory. ഇനി നമുക്ക് എന്താണ് പ്രൈമറി മെമ്മറി എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. This type of memory is accessed directly by CPU. എന്താണ്? CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. Primary memory can be
ഫർദർ ക്ലാസിഫൈഡ് ഇൻടു റാം ആൻഡ് റോം. ഈ പ്രൈമറി മെമ്മറിയെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, റാം എന്നും റോം എന്നും. ഇപ്പൊ പ്രൈമറി മെമ്മറി നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട്. ഏതൊക്കെയാ നോക്കിക്കേ. പ്രൈമറി മെമ്മറി നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു, റാം, റോം. ഇതാണ് പ്രൈമറി മെമ്മറിയെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, റാം ആൻഡ് റോം. പ്രൈമറി മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് ആക്സസ്ഡ് ഡയറക്ട്ലി ബൈ CPU. CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറി ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻടു റാം ആൻഡ് റോം. റാമെന്നും റോമെന്നും നമ്മൾ എന്താണ് പ്രൈമറി മെമ്മറിയെ ക്ലാസിഫൈ ചെയ്തേക്കുന്നു. നോക്കിക്കേ, റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. റാം ടെമ്പററി സ്റ്റോർ ഡേറ്റ when a computer is running. അതായത് റാൻഡം ആക്സസ് മെമ്മറി, അതാണ് റാം എന്ന് പറയുന്നത്. റാൻഡം ആക്സസ് മെമ്മറി, അതാണ് റാം എന്ന് നമ്മൾ ഷോർട്ട് ചെയ്ത് വിളിക്കുന്നത്. അപ്പൊ റാൻഡം ആക്സസ് മെമ്മറി ടെമ്പററി സ്റ്റോർ ദ ഡേറ്റ when a computer is running. ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡേറ്റ ടെമ്പററി ആട്ടെന്ന് വെച്ചാൽ എന്താണ്? സ്ഥിരമല്ല, ടെമ്പർ അല്ലാതെ സ്ഥിരമല്ല, നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. It means that RAM cannot be accessed when the power is turned off. അതായത് കമ്പ്യൂട്ടർ പവർ പോകുന്ന സമയത്ത്, പവർ ഓഫ് ആവുന്ന സമയത്ത് നമുക്ക് അതിനെ പിന്നെ എന്താണ്, നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, റാമിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, റാം എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പററായിട്ട് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അല്ലേ. നമ്മൾ എന്താണ് സ്ഥിരമായിട്ടല്ലാതെ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ പവർ ഓഫ് ആവുന്ന സമയത്ത് നമുക്ക് പിന്നെ റാമിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. The operating system and applications are overloaded in the primary memory since RAM can be accessed much faster than the other storage devices. അപ്പോൾ എന്താണ്, പ്രൈമറി മെമ്മറി നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻസും എല്ലാം ഓവർലോഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ റാം എന്ന് പറയുന്നത് മറ്റുള്ള സ്റ്റോറേജ് ഡിവൈസസിനേക്കാളും എന്താണ് മച്ച് ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പ്രൈമറി മെമ്മറി ഈസ് അതർവൈസ് കാൾഡ് ആസ് മെയിൻ മെമ്മറി. പ്രൈമറി മെമ്മറി നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്? മെയിൻ മെമ്മറി. അപ്പോൾ നമ്മൾ പ്രൈമറി മെമ്മറിയെ കുറിച്ചാണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ മെമ്മറി നമ്മൾ ആ ക്ലാസിഫൈഡ് ഇൻടു ടു, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി നമ്മൾ എന്താ, പ്രൈമറി മെമ്മറി എന്ന് വെച്ചാൽ ഈസ് ഡയറക്ട്ലി എന്താ ആക്സസ് ഡയറക്ട്ലി ബൈ CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറി നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, റോം, റാൻഡം ആക്സസ് മെമ്മറി എന്നും റീഡ് ഓൺലി മെമ്മറി എന്നും. റോമിനെ എന്ത് വിളിക്കും? റീഡ് ഓൺലി മെമ്മറി. റാമിനെയോ റാൻഡം ആക്സസ് മെമ്മറി, RAM, റാം എന്ന് വിളിച്ചു. നമ്മൾ റാമിനെ കുറിച്ച് പഠിച്ചു. എന്താ റാം? റാൻഡം ആക്സസ് മെമ്മറി ഓർ റാം ടെമ്പററി സ്റ്റോർ ഡേറ്റ when a computer is running. ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന സമയത്ത്, പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഡേറ്റാസ് ടെമ്പററി എന്ന് വെച്ചാൽ സ്ഥിരമല്ലാതെ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ റാം യൂസ് ചെയ്യുന്നത്. റാം ഈസ് വോളാറ്റൈൽ മെമ്മറിയാണ്. കാരണം എന്താണ്, റാം എന്ന് പറഞ്ഞാൽ അത് സ്ഥിരതയില്ല. കാരണം നമ്മളങ്ങനെ ഇതാണ് ടെമ്പററി മെമ്മറിയാണ്, അത് സ്ഥിരമല്ല. അത് നേച്ചർ എന്താണ്, വോളാറ്റൈൽ മെമ്മറിയാണ്. റാം ഈസ് എ വോളാറ്റൈൽ മെമ്മറി, അത് സ്ഥിരമല്ല, അസ്ഥിരമാണ്. It means that RAM cannot be accessed when the power is turned. അതായത് റാം എന്ത് ചെയ്യുന്നു, ആ പവർ ഓഫ് ആവുന്ന സമയത്ത് റാമിനെ പിന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ്, മച്ച് ഫാസ്റ്റർ ദാൻ ദ അതർ സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ റാം നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. മറ്റ് സ്റ്റോറേജ് ഡിവൈസിനെ അപേക്ഷിച്ച് റാം നമുക്ക് വെരി ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. പ്രൈമറി മെമ്മറി ഈസ് അതർവൈസ് കോൾഡ് ആസ് മെയിൻ മെമ്മറി. പ്രൈമറി മെമ്മറി നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കുന്നു മെയിൻ മെമ്മറി. ഇത്രയും നമുക്ക് മനസ്സിലായോ? അടുത്ത നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് റോം. എന്താണ്, റീഡ് ഓൺലി മെമ്മറി, ROM, റോം. നോക്കിക്കേ, റീഡ് ഓൺലി മെമ്മറി പെർമനന്റ്ലി സ്റ്റോർസ് ദ ഡേറ്റ ഓൺ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസ്. അതായത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസസിലും ഡേറ്റ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്, റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ROM, റീഡ് ഓൺലി മെമ്മറി, റോം എന്ന് പറയുന്നത്. റോം ഈസ് റീഡ് ഓൺലി മെമ്മറി ആൻഡ് ഇറ്റ് കനോട്ട് ബി ആൾട്ടേർഡ്. റോം എന്താണ്, പേരിൽ തന്നെ ഉണ്ടല്ലേ, റീഡ് ഓൺലി മെമ്മറി. ഓൺലി എന്ത് ചെയ്തോളൂ, റീഡേ ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ നമുക്കതിനെ മാറ്റം വരുത്താൻ പറ്റില്ല, ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് എവർലാസ്റ്റിംഗ് ആൻഡ് നോൺ വോളാറ്റൈൽ മെമ്മറി. അപ്പൊ എന്താണ്, നോൺ വോളാറ്റൈൽ ആണ്. മറ്റേത് എന്താണ്, അസ്ഥിരമായ മെമ്മറി ആണെങ്കിൽ റോം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള മെമ്മറിയാണ്. നോൺ വോളാറ്റൈൽ നേച്ചറാണ് ആർക്കുള്ളത്, റോമിന് നോൺ വോളാറ്റൈൽ നേച്ചറും റാമിന് വോളാറ്റൈൽ നേച്ചറാണ്. റാം എന്ന് വെച്ചാൽ അസ്ഥിരമായിട്ട്, അസ്ഥിരമല്ല. റോം ആണെങ്കിൽ സ്ഥിരമായിട്ടുള്ള മെമ്മറിയാണ്. നോക്കിക്കേ,
ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ക്യാൻ ഹോൾഡ് ഇറ്റ്സ് മെമ്മറി ഈവൻ when the power is down. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ പവർ ഓഫ് ആയാലും അല്ലെങ്കിൽ ടേൺ ഓഫ് ആയാലും ആ വിവരങ്ങൾ റോം എന്താ ചെയ്യുന്നത്, നമുക്ക് റോമിലെ മെമ്മറി അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് റാമും റോമും? റാം എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി ടെമ്പററി സ്റ്റോർ ഡേറ്റ. പിന്നെ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡേറ്റാസ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ റാം യൂസ് ചെയ്യുന്നത്. എന്നാൽ റോമോ നമ്മൾ പെർമനന്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് യൂസ് ചെയ്യുന്നത്. റാം എന്ന് പറഞ്ഞാൽ വൊളാറ്റൈൽ നേച്ചർ ആണ്, റോമോ നോൺ വൊളാറ്റൈൽ നേച്ചർ ആണ്. അപ്പൊ ഇതാണ് എന്ത് റാമും റോമും കമ്പ്യൂട്ടറിന്റെ പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറി നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. റാൻഡം ആക്സസ് മെമ്മറി റാം എന്നും റീഡ് ഓൺലി മെമ്മറി റോം എന്നും. അടുത്ത നോക്കിക്കേ, നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിന്റെ മെമ്മറി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. പ്രൈമറി മെമ്മറി നമ്മൾ സ്റ്റഡി ചെയ്തു. പ്രൈമറി മെമ്മറി എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് ആക്സസ് ഡയറക്ട്ലി ബൈ CPU. CPU-ന് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത് നോക്കുന്നത് ഏതാണ്? സെക്കൻഡറി മെമ്മറി. അടുത്ത സെക്കൻഡ് ടൈപ്പ് ഓഫ് മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി കമ്പ്യൂട്ടറിന്റെ. കമ്പ്യൂട്ടറിന്റെ സെക്കൻഡ് ടൈപ്പ് ഓഫ് മെമ്മറിയാണ് നമ്മൾ എഴുതിയിട്ടേക്കുന്നത്. എന്താണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്? ഓക്കെ, സെക്കൻഡറി മെമ്മറി എന്താണ്? സെക്കൻഡറി മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് സെക്കൻഡറി സ്റ്റോറേജ്. എന്താണ് സെക്കൻഡറി മെമ്മറി? നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് എന്നും വിളിക്കുന്നുണ്ട്. ദിസ് മെമ്മറി cannot be accessed by the CPU directly and is non volatile. എന്താണ്? ഇത് നമുക്ക് CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രൈമറി മെമ്മറി എങ്ങനെയായാലും CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം, പക്ഷേ സെക്കൻഡറി മെമ്മറിയെ നമ്മുടെ CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. CPU directly and is non volatile. നമ്മൾ എന്താണ് നമ്മൾ റോമിന്റെ അകത്ത് ഇതും നോൺ വൊളാറ്റൈൽ ആണ്, സ്ഥിരമായിട്ടുള്ള മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സെക്കൻഡറി മെമ്മറി? സെക്കൻഡറി മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി മെമ്മറി നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് എന്നും വിളിക്കുന്നുണ്ട്. ദിസ് മെമ്മറി cannot be accessed by the CPU directly and is non volatile. എന്താണ്? അപ്പൊ ഇത് സെക്കൻഡറി മെമ്മറിയുടെ നേച്ചറും എങ്ങനെയാണ്? നോൺ വൊളാറ്റൈൽ ആണ്, സ്ഥിരമായിട്ടുള്ള മെമ്മറിയാണ്. അതുപോലെ എന്താണ്? CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. നോക്കിക്കേ, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്പ്, നെയിംലി മാഗ്നറ്റിക് ആൻഡ് ഒപ്റ്റിക്കൽ. അപ്പൊ ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനെയാണ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? മാഗ്നറ്റിക്കും പിന്നെ രണ്ടാമത്തത് ഏതാണ്? ഒപ്റ്റിക്കലും. അതായത് നമ്മൾ സെക്കൻഡറി മെമ്മറി എല്ലാം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനാണ് ഇല്ലേ? എന്താണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്? നമ്മൾ സെക്കൻഡറി മെമ്മറി പഠിക്കുമ്പോൾ പറയുന്നത് എന്താണ്? സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് എന്നും അതിനെ വിളിക്കുന്നുണ്ട്. CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, നോൺ വൊളാറ്റൈൽ നേച്ചർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡറി മെമ്മറിയെ കുറിച്ച് പറഞ്ഞത്. ഇനി നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. മാഗ്നറ്റിക് എന്നും ഒപ്റ്റിക്കൽ എന്നും വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് കംപ്രൈസസ് ഹാർഡ് ഡിസ്ക്, whereas optical storage device include CDs, DVDs, ഫ്ലാഷ് ഡ്രൈവ് എക്സെട്ര. അപ്പൊ ഈ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഏത് പറയാം? ഹാർഡ് ഡിസ്ക് പറയാം അല്ലേ? ഹാർഡ് ഡിസ്ക് ആണ് ഇതിന് എക്സാമ്പിൾ പറയുന്നത്. ഹാർഡ് ഡിസ്ക് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിന് പറയുന്നതാണ്. ഹാർഡ് ഡിസ്ക് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്നാൽ ഒപ്റ്റിക്കൽ നമ്മൾ എന്തൊക്കെ പറയും? CD പറയും, DVD പറയും, ഫ്ലാഷ് ഡ്രൈവ് എക്സെട്ര. അപ്പൊ ഇതാണ് സെക്കൻഡറി മെമ്മറിയെ കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാൻ. എന്താണ് സെക്കൻഡറി മെമ്മറി? സെക്കൻഡറി മെമ്മറി നമ്മൾ മറ്റൊരു പേരിലും വിളിക്കുന്നു, സെക്കൻഡറി സ്റ്റോറേജ് എന്നില്ലേ? പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ദിസ് മെമ്മറി cannot be accessed directly by CPU and its എന്താണ് നോൺ വൊളാറ്റൈൽ നേച്ചർ ആണെന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിക്ക്. പിന്നെ നമ്മൾ പറഞ്ഞ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. മാഗ്നറ്റിക് എന്നും ഒപ്റ്റിക്കലും. മാഗ്നറ്റിക്കിന് എക്സാമ്പിൾ പറഞ്ഞേ നമുക്ക് പറഞ്ഞേ ഹാർഡ് ഡിസ്ക്, അതുപോലെ ഒപ്റ്റിക്കലിന് എക്സാമ്പിൾ പറഞ്ഞേ ഏതൊക്കെയാണ് ജസ്റ്റ് പറഞ്ഞത്? CD, DVDs, ഫ്ലാഷ് ഡ്രൈവ് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് അടുത്തയിലോട്ട് പോകാം. കമ്പ്യൂട്ടറിന് നമ്മൾ ഡേറ്റാസ് അങ്ങോട്ട് കൊടുക്കും ഇല്ലേ? നമുക്ക് ചെയ്യുന്ന ഡേറ്റാസ് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കും. നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിന് കൊടുക്കും.
അപ്പൊ നമ്മൾ കുറച്ച് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ അല്ലേ, എന്താണ് കുറച്ച് ഇൻപുട്ടാണ്, ഇൻപുട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ കുറച്ച് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ച് എന്ത് തരും, റിസൾട്ട് ഔട്ട്പുട്ട് തരും. അപ്പൊ അങ്ങനെ തിരിച്ച് നമുക്ക് റിസൾട്ട് കാണിച്ചു തരാനും കമ്പ്യൂട്ടർ കുറച്ച് കുറച്ച് ഉപകരണങ്ങൾ. അപ്പം ഡേറ്റാസ് അങ്ങോട്ട് കൊടുക്കാനും തിരിച്ച് ഡേറ്റാസ് കമ്പ്യൂട്ടർ ഇങ്ങോട്ട് തരാനും നമ്മൾ കുറച്ച് ഡിവൈസസ് യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പഠിക്കാൻ പോകുന്നു, കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡേറ്റ കൊടുക്കുന്നത് ഈ ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് എന്താ ഇൻപുട്ട് ഡിവൈസസ് പഠിക്കാം. കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാം. നോക്കിക്കേ, input devices is a hardware device that directs the data into a computer. എന്ത് ചെയ്യുന്നു, ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് വെച്ചാൽ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്. ഇത് എന്താണ് ചെയ്യുന്നത്, ഡയറക്റ്റ് ദ ഡേറ്റ ഇൻ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്നതിന് അതിനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് ഡിവൈസസിനെ യൂസ് ചെയ്യുന്നത്. എന്തിനാണ്, കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസ് കൊടുക്കുന്നതിനായിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസിനെ യൂസ് ചെയ്യുന്നത്. The most frequently used input devices of a computer are. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ ഇൻപുട്ട് ഉപകരണങ്ങൾ നമുക്ക് തന്നെ അറിയാലേ. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസ് കൊടുക്കുന്നത് എന്തൊക്കെ ഉപയോഗിച്ചാണ്, കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്, മൗസ് ഉപയോഗിച്ച് നമ്മളില്ലേ മൗസ് ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഡേറ്റാസ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്നാണ്. അപ്പൊ ഇൻപുട്ട് ഡിവൈസസ് ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസിനെ നമ്മൾ ഹാർഡ്വെയർ ഡിവൈസ് എന്നും പറയുന്നുണ്ട്. അതുപോലെ നോക്കിക്കുക, എന്താണ് ഇത് യൂസ് ചെയ്യുന്നതിനായിട്ടാണ്, ഡയറക്റ്റ് ഡേറ്റ ഇൻ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഇൻപുട്ട് ഡിവൈസസ് ഓഫ് എ കമ്പ്യൂട്ടർ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്, നമുക്ക് ഏതൊക്കെയാണ്, കീബോർഡ് മൗസ്, ഇതെല്ലാം എന്താണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്, ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഇൻപുട്ട് ഡിവൈസ് ആണ് നമ്മൾ പറഞ്ഞ കീബോർഡും മൗസും. ഇനി സം അതർ എക്സാമ്പിൾസ് ആണ്, വേറെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. കീബോർഡും മൗസും നമുക്ക് അറിയാം, നമുക്ക് വേറെ കുറെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഇൻപുട്ട് ഡിവൈസ്. ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ട്രാക്ക് ബാൾ. എന്താണ് ട്രാക്ക് ബാൾ? എന്താണ് ട്രാക്ക് ബാൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, the trackball is an input device used to feed the data into computers or other electronic devices. അപ്പോൾ ഏത് കമ്പ്യൂട്ടറിലായാലും അല്ലെങ്കിൽ അതർ ഇലക്ട്രോണിക് ഡിവൈസസിലോട്ടായാലും എന്താണ് ഡേറ്റ നമ്മൾ കൊടുക്കാനായിട്ട്, അതാണ് ഫീഡ് ദ ഡേറ്റ ഇൻ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ ഡേറ്റ ഫീഡ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്, ഇൻപുട്ട് ഡിവൈസ് ആണ് ട്രാക്ബോൾ എന്ന് പറയുന്നത്. ട്രാക്ബോൾ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു ഫീഡ് ദ ഡേറ്റ ഇൻ കമ്പ്യൂട്ടേഴ്സ് ഓർ അതർ ഇലക്ട്രോണിക് ഡിവൈസ്. അപ്പോൾ കമ്പ്യൂട്ടറിലോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസിലോട്ടോ നമ്മൾ ഡേറ്റാസ് ഫീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് ട്രാക്ബോൾ എന്ന് പറയുന്നത്. It assists the same purpose as like that of mouse. ഒരു മൗസിന്റെ സെയിം പർപ്പസ് തന്നെയാണ് നമ്മുടെ ട്രാക്ബാളിനും ഉള്ളത് അല്ലേ. മൗസിന്റെ ഉപയോഗം എന്താണോ അത് തന്നെയാണ് നമ്മുടെ ട്രാക്ബാളിനും ഉള്ളത്. ഇറ്റ് ഈസ് ഡിസൈൻ വിത്ത് എ മൂവബിൾ ബാൾ ഓൺ ദ ടോപ്പ്. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ഇൻ എനി ഡയറക്ഷൻ. അപ്പൊ എന്താണ്, ഈ ഒരു ട്രാക്ബാളിന്റെ മുകളിൽ നമ്മളൊരു മൂവ് ചെയ്യുന്ന ഒരു ബോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ബോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. ഡേറ്റാസ് ഒക്കെ കമ്പ്യൂട്ടറിൽ കൊടുക്കാൻ ഏതൊക്കെ ഡയറക്ഷനിലോട്ട് പോകാം, ആ ഡയറക്ഷന്റെ മൂവ് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ട്രാക്ക് ബാൾ, ഒരു ബാൾ ഉണ്ട്, ഒരു മൂവ് ചെയ്യുന്ന ബാൾ നമ്മൾ ഇതിന്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ട്രാക്ബോൾ? ട്രാക്ബോൾ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ആണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് യൂസ്ഡ് ടു ഫീഡ് ദ ഡേറ്റ ഇൻ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ്. കമ്പ്യൂട്ടർ എനി അത് ഇലക്ട്രോണിക് ഡിവൈസ്, ഏത് ഇലക്ട്രോണിക് ഡിവൈസ് ആയാലും ഡേറ്റ കൊടുക്കാനായിട്ടാണ് നമ്മൾ ട്രാക്ബോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇറ്റ് അസിസ്റ്റ് ദ സെയിം പർപ്പസ് ആസ് ലൈക്ക് ദാറ്റ് ഓഫ് മൗസ്. മൗസിന്റെ സെയിം പർപ്പസ് തന്നെയാണ് നമ്മുടെ ഈ ട്രാക്ബോളിന് ഉള്ളത്. ഇറ്റ് ഈസ് ഡിസൈൻ വിത്ത് എ മൂവബിൾ ബാൾ ഓൺ ദ ടോപ്പ്. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ഇൻ എനി ഡയറക്ഷൻ. അപ്പൊ എന്താണ്, ഇതിന്റെ ഒരു മുകളിൽ ടോപ്പിലായിട്ട് ഒരു മൂവബിൾ ബാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഏത് ഡയറക്ഷനോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുന്നു. നോക്കിക്കേ, കണ്ടോ ടെക്സ്റ്റിലെ പിക്ചർ, അതിന് ആ ഒരു ബ്ലൂ, ആ ടോപ്പിൽ ബ്ലൂ കളറിലൊരു ബോൾ കണ്ടോ, ആ ബോൾ വെച്ചിട്ടാണ് നമ്മൾ ഏത് ഡയറക്ഷനിലോട്ട് പോകണമെന്നൊക്കെയുള്ള സെറ്റ് ചെയ്യുന്നത്. ആ ഒരു ബോൾ വെച്ചിട്ടാണ്. ട്രാക്ബോൾ മനസ്സിലായ നമുക്കൊക്കെ. അടുത്ത ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് പാഡ്. എന്താണ് ടച്ച് പാഡ്? ഇനി എന്താണ് നമുക്ക് ടച്ച് പാഡ് നോക്കാം. നോക്കിക്കേ, a touch pad is an input device. ടച്ച് പാഡും ചെയ്യാൻ എന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. used to control the cursor's movement with fingers. ടച്ച് പാഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്,
കഴ്സർ അല്ലേ, കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് കഴ്സർ. ആ കഴ്സറിന്റെ എന്താണ് മൂവ്മെന്റ് നമ്മളൊരു ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് ഈ ടച്ച് പാഡിൽ എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് ആ ടച്ച് പാഡ് നമ്മൾ കഴ്സറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ദ മൗസ്. മൗസിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് തന്നെയാണ് എന്ത് നമ്മുടെ ഈ ടച്ച് പാഡ്. ബേസിക്കലി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലാപ്ടോപ്പ്. ബേസിക്കലായിട്ട് ഇത് എവിടെയാണ് യൂസ്, നമ്മൾ ലാപ്ടോപ്സിലൊക്കെയാണ് ഈ ടച്ച് പാഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എ ടച്ച് പാഡ് വർക്ക് ബൈ ഐഡന്റിഫൈയിങ് യൂസർ ഫിംഗർ മൂവ്മെന്റ് ആൻഡ് ഡൗൺവേർഡ് പ്രഷർ. അപ്പൊ ടച്ച് പാഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മള് യൂസർ ഫിംഗർ മൂവ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസർ, നമ്മളാണ് യൂസർ അല്ലേ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളല്ലേ യൂസർ. അപ്പൊ യൂസറിന്റെ ഫിംഗർ മൂവ്മെന്റിന്റെ ആ ഒരു എന്താണ് ഫിംഗർ മൂവ്മെന്റ്, ആ ഒരു വിരലിന്റെ മൂവ്മെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടും ആ ഡൗൺവേർഡ് പ്രഷർ, ഒരു മർദ്ദം ഉണ്ടല്ലോ, ഡൗൺവേർഡ് നമ്മൾ കൊടുക്കുന്ന മർദ്ദം, അതൊക്കെ വെച്ചിട്ട് അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ ടച്ച് പാഡ് വർക്ക് ചെയ്യുന്നത്. ടച്ച് പാഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ യൂസറിന്റെ ഫിംഗർ മൂവ്മെന്റും ഡൗൺവേർഡ് പ്രഷറും ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഈ ടച്ച് പാഡ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ ടച്ച് പാഡ് എന്ന് ചോദിച്ചാൽ, ടച്ച് പാഡ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, ഒരു ഇൻപുട്ട് ഉപകരണമാണ്. യൂസ്ഡ് ടു കൺട്രോൾ ദ കഴ്സർ മൂവ്മെന്റ് വിത്ത് ഫിംഗേഴ്സ്. ഫിംഗർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കഴ്സർ മൂവ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിനായിട്ടാണ് നമ്മൾ ഈ ടച്ച് പാഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ദ മൗസ്. മൗസിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ടച്ച് പാഡും യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് യൂസ്ഡ് ലാപ്ടോപ്പ്. ലാപ്ടോപ്പിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. എ ടച്ച് പാഡ് വർക്ക് ബൈ ഐഡന്റിഫൈയിങ് യൂസർ ഫിംഗർ മൂവ്മെന്റ് ആൻഡ് ഡൗൺവേർഡ് പ്രഷർ. അപ്പൊ എന്താണ് യൂസറിന്റെ ഫിംഗർ മൂവ്മെന്റും അതുപോലെ തന്നെ ഡൗൺവേർഡ് പ്രഷറും ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ടച്ച് പാഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നോക്കിക്കേ, ടെക്സ്റ്റിൽ അതിന്റെ പിക്ചർ ഉണ്ട്, നോക്കിക്കേ, കണ്ടോ, ഒരു യൂസറിന്റെ ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ടച്ച് പാഡ്. ഒരു യൂസർ ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടച്ച് പാഡിന്റെ കമ്പ്യൂട്ടറിന്റെ കഴ്സർ കൺട്രോൾ ചെയ്യുന്നത്. അടുത്ത ഇൻപുട്ട് ഉപകരണം നോക്കേ, ടച്ച് സ്ക്രീൻ. എന്താണ് ടച്ച് സ്ക്രീൻ? അത് എന്താണ്, ഒരു ഇൻപുട്ട് ഉപകരണം തന്നെയാണ്. ഇറ്റ് പെർമിറ്റ് ദ യൂസർ ടു മേക്ക് ചോയ്സസ് ബൈ ടച്ചിങ് ദ ഡിസ്പ്ലേ സ്ക്രീൻ. അപ്പൊ എന്താണ്, നമുക്ക് കമ്പ്യൂട്ടറിന്റെ ആ ഒരു ഡിസ്പ്ലേ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ നമ്മുടെ ചോയ്സ് തിരഞ്ഞെടുക്കാനുള്ള അവസരം ആര് തരുന്നുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ അനുവദിക്കുന്നുണ്ട്. എന്താ പറയുക, ഇറ്റ് പെർമിറ്റ് ദ യൂസർ ടു മേക്ക് ചോയ്സസ് ബൈ ടച്ചിങ് ദ ഡിസ്പ്ലേ സ്ക്രീൻ. നമ്മുടെ യൂസറിനെ പെർമിറ്റ് ചെയ്യുന്നത് എന്താണ്, സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ടാണ്, ഡിസ്പ്ലേ ചെയ്യുന്ന സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എന്താണ് ചോയ്സ് സെലക്ട് ചെയ്യാം. In touch screen, one can easily give hint to the computer using a finger or styles. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന് ഈസി ആയിട്ട് ഹിന്റ് കൊടുക്കാൻ പറ്റില്ലേ. ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി, സ്ക്രീനിൽ തെളിഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിന് എന്താണ് ഹിന്റ് കൊടുക്കാൻ പറ്റുന്നു. Touch screen are generally used on ATM machines, medical monitors, industrial control panel, etc. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ നമ്മുടെ ടച്ച് സ്ക്രീൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ATM മെഷീൻ. ATMൽ നമ്മൾ എങ്ങനെയാണ് പോയിട്ട് നമ്മൾ കാണുന്ന സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ ചെയ്യുന്നില്ലേ, അതിൻ്റെ അതിന് ഓരോ എഴുതി കാണിക്കും ആ സ്ക്രീനിൽ അല്ലേ. ഇപ്പൊ കണ്ടിന്യൂ അല്ലെങ്കിൽ ടൈപ്പ് എന്താണ്, കാർഡ് നമ്പർ ഉണ്ടല്ലോ, സീക്രട്ട് കോഡൊക്കെ ഇല്ലേ, അതൊക്കെ ടൈപ്പ് ചെയ്യാനാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ATM മെഷീനിൽ ചെന്നാൽ ലാസ്റ്റിൽ നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ അല്ലെങ്കിൽ യെസ് ഓർ നോ ഒക്കെ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ടച്ച് സ്ക്രീൻ ആ ജനറലി യൂസ് എവിടെയൊക്കെയാണ്, ATM മെഷീൻ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതിൽ ATM മെഷീൻ ആയത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ATM മെഷീൻ, മെഡിക്കൽ മോണിറ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ കൺട്രോൾ പാനൽ, ഇവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ടച്ച് സ്ക്രീൻ? ടച്ച് സ്ക്രീൻ എന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് നമ്മുടെ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇറ്റ് പെർമിറ്റ് ദ യൂസർ ടു മേക്ക് ചോയ്സസ് ബൈ ടച്ചിങ് ദ ഡിസ്പ്ലേ സ്ക്രീൻ. എന്താണ്, അതൊരു നമ്മുടെ യൂസേഴ്സിന് ചോയ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ചോയ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് ആര് തന്നിട്ടുണ്ട്, കമ്പ്യൂട്ടർ അവരുടെ യൂസേഴ്സിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. In touch screen, one can easily give hint to the computer using a finger. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിന് ഹിന്റ് കൊടുക്കാം ഈസി ആയിട്ട് കേട്ടോ. പിന്നെ ടച്ച് സ്ക്രീൻ ആർ ജനറലി യൂസ് ATM മെഷീൻസിലും മെഡിക്കൽ മോണിറ്റേഴ്സിലും ഇൻഡസ്ട്രിയൽ കൺട്രോൾ പാനൽ ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ മെയിൻ ആയിട്ട് ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഇൻപുട്ട് ഡിവൈസ് നോക്കേ, ലൈറ്റ് പെൻ. ഇതാണ് ലൈറ്റ് പെൻ. നോക്കിക്കേ, ലൈറ്റ് പെൻ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ലൈറ്റ് പെന്നും എന്ത് തന്നെയാണ്, ഒരു ഇൻപുട്ട്. നമ്മൾ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലൈറ്റ് പെന്നും എന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. That operate using a light sensitive detector to select items on a display screen. അപ്പോൾ എന്താണ്,
ഡിസ്പ്ലേ സ്ക്രീനിൽ ഐറ്റംസ് സെലക്ട് ചെയ്യാനായിട്ട് ഇത് എന്താണ് ഉപയോഗിക്കുന്നത്? ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ. ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ലൈറ്റ് പെൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ലൈറ്റ് പെൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഐറ്റംസ് സെലക്ട് ചെയ്യുന്നു. ഡിസ്പ്ലേ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന ഐറ്റംസ് സെലക്ട് ചെയ്യുന്നു. എങ്ങനെ സെലക്ട് ചെയ്യും? ഒരു ലൈറ്റ് എന്താണ് സെൻസിറ്റീവ് ഡിറ്റക്ടറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ ലൈറ്റ് പെൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ലൈറ്റ് പെൻ? ലൈറ്റ് പെൻ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് that operate using a light sensitive detector to select items on a display screen. നമുക്ക് മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ഇൻപുട്ട് ഡിവൈസിലോട്ട് പോവാം. അടുത്ത ഇൻപുട്ട് ഡിവൈസ് ആണ് വെബ്ക്യാം. എന്താണ് വെബ്ക്യാം എന്ന് പഠിക്കാം. ഓക്കെ, വെബ്ക്യാം ഈസ് എ സ്മാൾ ഡിജിറ്റൽ വീഡിയോ ക്യാമറ. ഒരു ചെറിയ ഡിജിറ്റൽ വീഡിയോ ക്യാമറയാണ് നമ്മുടെ വെബ്ക്യാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ. നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. വെബ്ക്യാംസ് കം വിത്ത് സോഫ്റ്റ്വെയർ ദാറ്റ് നീഡ്സ് ടു ബി ഇൻസ്റ്റാൾഡ് ഓൺ ദ കമ്പ്യൂട്ടർ. എന്താണ് അതിന്റെ ഒരു ചിലപ്പോൾ അതിന്റെ ഒരു എന്താണ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ തന്നെ കണക്റ്റഡ് ആയിരിക്കും. ഇറ്റ് എനേബിൾ ദ യൂസേഴ്സ് റെക്കോർഡ് ദ വീഡിയോ സ്ട്രീം ഇൻ ദ വെബ്. എന്താണ് ഇത്? നമ്മൾ യൂസേഴ്സിനെ അല്ലെങ്കിൽ എന്താണ് യൂസേഴ്സിനെ സഹായിക്കുന്നതാണ് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മുടെ യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് വെബ്ക്യാം? A webcam is a small digital video camera. It is directly or indirectly connected to a computer. Direct ആയിട്ടോ indirect ആയിട്ടോ ഒക്കെ ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കും. Webcam come with software that needs to be installed on computer. കമ്പ്യൂട്ടറിന്റെ അകത്ത് അതിന്റെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. It enable the user to record the video or stream it in the web. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും വെബ് ഉപയോഗിച്ചില്ലേ? നോക്കിക്കേ, വെബ്ക്യാംസ് ആർ പ്രൊഫിഷ്യന്റ് ഓഫ് ടേക്കിംഗ് പിക്ചേഴ്സ് ആസ് വെൽ ആസ് ഹൈ ഡെഫിനിഷൻ വീഡിയോസ്. എന്താണ് വെബ്ക്യാം ഉപയോഗിച്ച് നമുക്ക് ഹൈ ഡെഫിനിഷൻ വീഡിയോസും പിക്ചേഴ്സ് ഒക്കെ നല്ലോണം എടുക്കാൻ പറ്റുന്നു. ദ വീഡിയോ ക്വാളിറ്റി ക്യാൻ ബി ലെസർ കമ്പയർഡ് ടു അതർ ക്യാമറ മോഡൽസ്. അപ്പം വീഡിയോ പ്രൊഫിഷ്യന്റ് ഓഫ് ടേക്കിംഗ് പിക്ചേഴ്സും ഹൈ ഡെഫിനിഷൻ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുവെങ്കിലും അതിന്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള എന്താണ് ക്യാമറ മോഡലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്. വെബ്ക്യാം ആർ ഓൾസോ കോൾഡ് ആസ് വെബ് ക്യാമറാസ്. വെബ് ക്യാംസിനെ നമ്മൾ എന്തെന്നും വിളിക്കുന്നുണ്ട്? വെബ് ക്യാമറ എന്നും വിളിക്കുന്നുണ്ട്. ഈ ലാപ്ടോപ്പ് വെബ്ക്യാം ആർ ഇൻബിൽറ്റ്. അപ്പം എന്താണ് ലാപ്ടോപ്പിന്റെ അകത്ത് വെബ് ക്യാമറാസ് അതിന്റെ അകത്ത് തന്നെ ഘടിപ്പിച്ചേക്കുമായിരിക്കും അല്ലേ? ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമുക്ക് ഒന്നുകിൽ ചെയ്യാമില്ലേ? എന്താണ് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ കണക്ട് ചെയ്യാന്ന് പറയും. പക്ഷെ ലാപ്ടോപ്പിന്റെ അകത്ത് എല്ലാം എന്താണ് വെബ് ക്യാമറ അതിന്റെ അകത്തുള്ളിൽ തന്നെ ഇൻബിൽറ്റ് ചെയ്തേക്കുവാണ്. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഇൻസ്റ്റാൾ എ വെബ് ക്യാം ലാപ്ടോപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വെബ് ക്യാം ലാപ്ടോപ്പിൽ ഒരു വെബ് ക്യാമറ അല്ലെങ്കിൽ വെബ് ക്യാം ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ വെബ്ക്യാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടോ? ലാപ്ടോപ്പിൽ വെബ്ക്യാം കണ്ടോ? ആ മുകളിൽ ഇപ്പോൾ ലൈറ്റ് എത്തിക്കിടക്കുന്ന നല്ല കുഞ്ഞ് അതാണ് ലാപ്ടോപ്പിലെ വെബ്ക്യാം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഓൾറെഡി ലാപ്ടോപ്പിന്റെ അകത്ത് എന്താണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു വെബ് ക്യാമറ അധികം ഘടിപ്പിക്കേണ്ട കാര്യമില്ല ഇതിലെ ലാപ്ടോപ്പിൽ. കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ്? നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ വെബ് ക്യാമറ അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്തത്? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ കുറിച്ച് പഠിച്ചു ഇല്ലേ? എന്താ മെമ്മറി? കമ്പ്യൂട്ടറിന്റെ മെമ്മറി നമ്മൾ 2 ക്ലാസ്സിൽ ചെയ്തു. ഏതൊക്കെയാണ് മക്കൾ പറഞ്ഞേ? ഏതൊക്കെയാ? പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി നമ്മൾ വീണ്ടും ക്ലാസ്സിൽ ചെയ്തു. ഏതായിരുന്നു? റാമെന്നും റോമെന്നും. റാം എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു? റാം എന്താണ്? ടെമ്പററി ഡേറ്റ ടെമ്പററായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റാം എന്ന് പറയുന്നത്. റാമിന്റെ നേച്ചർ എങ്ങനെയായിരുന്നു? റാം ഇസ് എ വോളാറ്റൈൽ നേച്ചർ ആണ് ഇല്ലേ? റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം. റോം നോക്കിയേ, റോം എന്തുവായിരുന്നു? റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി റോം അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റോം എന്ന് പറയുന്നത്. റോമിന്റെ നേച്ചർ നോൺ വോളാറ്റൈൽ നേച്ചർ. റോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥിരമായിട്ടുള്ള മെമ്മറി ആണല്ലോ. പിന്നെ നമ്മൾ സെക്കൻഡറി മെമ്മറി പഠിച്ചു. സെക്കൻഡറി മെമ്മറി നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സെക്കൻഡറി സ്റ്റോറേജ് എന്നും വിളിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഡയറക്ട്ലി കനോട്ട് ആക്സസ്. എന്താണ്? CPU ഡയറക്റ്റ് തന്നെ ആക്സസ് ചെയ്യുന്നില്ല. പിന്നെ അത് നോൺ വോളാറ്റൈൽ നേച്ചർ ആണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തു. നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനെ 2 ക്ലാസിഫൈ ചെയ്യുന്നത് പോലെ ഏതൊക്കെയായിരുന്നു? എന്താണ്? മാഗ്നറ്റിക്കും ഒപ്റ്റിക്കലും ഇല്ലേ? അതിന്റെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ഉദാഹരണം ഏതൊക്കെയാണ്? എക്സാമ്പിൾ പറഞ്ഞത് ഹാർഡ് ഡിസ്ക് ആയിരുന്നു അല്ലേ? പിന്നെ ഒപ്റ്റിക്കൽ സ്റ്റോറേജിനോ CD പറഞ്ഞു, DVD പറഞ്ഞു, ഫ്ലാഷ് ഡ്രൈവ് എക്സെട്ര അതും പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കിയത് കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതിൽ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. ഇൻപുട്ട് ഡിവൈസ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന
എന്താണ് ഉപകരണമാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. നമ്മൾ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്? കീബോർഡും മൗസും. നമ്മൾ അതല്ലാതെ എക്സ്ട്രാ കുറച്ച് ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു. ട്രാക്ക് പാഡ്, ടച്ച് പാഡ്, ടച്ച് സ്ക്രീൻ, ലൈറ്റ് പെൻ എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് സ്റ്റഡി ചെയ്തത്. നമ്മൾ എന്താണ് സ്റ്റഡി ചെയ്തത്? മെമ്മറി ഇല്ലേ, ടൈപ്പ് ഓഫ് മെമ്മറീസും ഇൻപുട്ട് ഡിവൈസും ഒക്കെ സ്റ്റഡി ചെയ്തു. നമ്മൾ ഇതുവരെ സ്റ്റഡി ചെയ്ത ആ പോർഷൻസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, എക്സസൈസിൽ ടെക്സ്റ്റിൽ എക്സസൈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ദ ഫോളോയിങ്ങിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് CPU? CPUന്റെ യൂസ് എന്തൊക്കെയായിരുന്നു? നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാ കഴിഞ്ഞ ക്ലാസ്സിൽ. എന്തൊക്കെയായിരുന്നു? CPU ടേക്ക് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ സ്റ്റോറേജ് യൂണിറ്റ് അല്ലേ, സ്റ്റോറേജ് യൂണിറ്റിൽ നിന്നും ഇൻസ്ട്രക്ഷൻസും ഡേറ്റ എല്ലാം എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് പ്രോസസ് ഇറ്റ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ യൂസർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വെച്ചാൽ എന്ത് ചെയ്യുന്നു? ആ ഡേറ്റ പ്രോസസ് ചെയ്യുകയും then the result are offered back to the storage unit. റിസൾട്ട് ആണ് തിരിച്ച് സ്റ്റോറേജ് യൂണിറ്റിലോട്ട് കൊടുക്കുകയും ചെയ്തു. അതാണ് എന്തിന്റെ ജോലി? നമ്മുടെ CPUന്റെ ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി? എന്തൊക്കെയാണ് പ്രൈമറി മെമ്മറി? പ്രൈമറി മെമ്മറി is directly accessed by the CPU ആണ് പ്രൈമറി മെമ്മറി ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നത്. സെക്കൻഡറി മെമ്മറി is also known as secondary storage. This memory cannot be accessed by the CPU ഇല്ലേ? എന്താണ്? CPU ആക്സസ് ചെയ്യുന്നില്ല, സെക്കൻഡറി മെമ്മറിയെ ആക്സസ് ചെയ്യുന്നില്ല. സെക്കൻഡറി മെമ്മറി is also നോൺ വോളാറ്റൈൽ ആണ് അല്ലേ, നോൺ വോളാറ്റൈൽ മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ, വാട്ട് ഈസ് ദ യൂസേജ് ഓഫ് ലൈറ്റ് പെൻ? ലൈറ്റ് പെൻ നമ്മൾ പഠിച്ചതാ, ഇൻപുട്ട് ഡിവൈസ്. എന്താണ് യൂസേജ് ലൈറ്റ് പെൻ്റെ? ലൈറ്റ് പെൻ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റ് യൂസിങ് എ ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ ടു സെലക്ട് ഐറ്റംസ് ഓൺ ഡിസ്പ്ലേ സ്ക്രീൻ. ഇതാണ് ഐറ്റംസ് ഡിസ്പ്ലേ സ്ക്രീനിൽ സെലക്ട് ചെയ്യാനാണ് നമ്മൾ ലൈറ്റ് പെൻ യൂസ് ചെയ്യുന്നത്. നെയിം സം ഡിവൈസസ് വേർ ടച്ച് സ്ക്രീൻ ഈസ് യൂസ്ഡ്. ടച്ച് സ്ക്രീൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു നമ്മൾ പറഞ്ഞില്ലേ, എവിടെയൊക്കെയായിരുന്നു? ഇറ്റ് ഈസ് ടച്ച് സ്ക്രീൻ ആർ ജനറലി യൂസ്ഡ് ഓൺ എവിടെയൊക്കെയായിരുന്നു? ATM മെഷീൻസ്, മെഡിക്കൽ മോണിറ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ കൺട്രോൾ പാനൽ എക്സെട്ര. ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇല്ല, 4 ക്വസ്റ്റ്യൻ നമ്മൾ ആ പോർഷൻ സ്റ്റഡി ചെയ്ത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്നില്ല അല്ലേ, പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഒരു ഔട്ട്പുട്ട് ബേസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അടുത്ത നോക്കിയേ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നോക്കിയേ. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ വർക്ക് അറ്റ് ഇൻക്രെഡിബിൾ ഡാഷ്. കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഇൻക്രെഡിബിൾ എന്തോ വർക്ക് ചെയ്യുകയാണ്? ഇൻക്രെഡിബിൾ സ്പീഡില്ല. അപ്പോൾ അവിടെ എന്തോ നമ്മൾ സ്പീഡ് എന്ന് എഴുതും. CPU കംപ്രൈസസ് ഡാഷ് ആൻഡ് ഡാഷ്. CPU നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയൊക്കെയായിരുന്നു? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്നും കൺട്രോൾ യൂണിറ്റ്, ALU ആൻഡ് CU. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, കൺട്രോളിംഗ് ഓഫ് ഓൾ ഓപ്പറേഷൻസ് ലൈക്ക് ഇൻപുട്ട്, പ്രോസസ്സിംഗ് ആൻഡ് ഔട്ട്പുട്ട് ആർ പെർഫോംഡ് ബൈ. എന്താണ്? എല്ലാ ഓപ്പറേഷൻസ്, ഇൻപുട്ട് ആയാലും പ്രോസസ്സിംഗ് ആയാലും ഔട്ട്പുട്ട് ആയാലും ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേര് പഠിച്ചു, കൺട്രോൾ യൂണിറ്റ്. അടുത്ത നോക്കിയാൽ, പ്രൈമറി മെമ്മറീസ് അതർവൈസ് കഴിഞ്ഞ് നമ്മൾ സ്റ്റഡി ചെയ്തത്. പ്രൈമറി മെമ്മറി നമ്മൾ എന്താണ് വിളിക്കുന്നത്? മെയിൻ മെമ്മറി എന്ന് വിളിക്കുന്നു. പിന്നെ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റഡി ചെയ്തില്ല. അടുത്ത റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ അനുസരിച്ച് നമ്മൾ ടിക്ക് ചെയ്യണം. ഡാഷ് ഫർദർ കണ്ടെയ്ൻ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഇത് രണ്ടും കണ്ടെയ്ൻ ചെയ്യുന്നത്? ഏതാണ് ഇതിൽ? ഇൻപുട്ട് യൂണിറ്റ് ആണോ, ഔട്ട്പുട്ട് യൂണിറ്റ് ആണോ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണോ ഇത് രണ്ടും കാണപ്പെടുന്നത്? ALU, CU. നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPUലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഡാഷ് ആർ പ്രൊവിഷൻ ടു ടേക്കിംഗ് പിക്ചേഴ്സ് ആസ് വെൽ ആസ് ഹൈ ഡെഫിനിഷൻ വീഡിയോസ്. നമ്മൾ പഠിച്ചതായിരുന്നു എന്താണ്? പിക്ചേഴ്സ് എടുക്കുന്നതിലും ഹൈ ഡെഫിനിഷൻസ് വീഡിയോസ് എടുക്കുന്നതിലും ഒക്കെ പ്രൊവിഷൻ ആയിട്ടുള്ളത് ആരാ? പ്രൊജക്ടറാണോ, സ്പീക്കറാണോ, വെബ് ക്യാമറയാണോ? വെബ് ക്യാമറയാണ് ഈ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 3. ഡാഷ് ഈസ് എ നോൺ വോളാറ്റൈൽ മെമ്മറി. ROM, CD. ഏതാണ് നോൺ വോളാറ്റൈൽ മെമ്മറി? ഇതിൽ ROM ആണ്, റീഡ് മെമ്മറിയാണ് നോൺ വോളാറ്റൈൽ മെമ്മറി. ഡാഷ് മെമ്മറി കനോട്ട് ബി ആക്സസ്ഡ് ബൈ ദ CPU ഡയറക്ട്ലി. CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാത്ത മെമ്മറി ഏതാ? പ്രൈമറി മെമ്മറി ആണോ, സെക്കൻഡറി മെമ്മറി ആണോ, ടെർഷറി മെമ്മറി ആണോ? ഏതാണ്? സെക്കൻഡറി മെമ്മറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്ത പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ പറഞ്ഞത്. ടീച്ചർ ഈ നോട്ട്സ് വീഡിയോയുടെ ബാക്കിൽ ആഡ് ചെയ്തേക്കാം. അത് മക്കൾ ബുക്കിൽ എഴുതിയിട്ട് ടീച്ചറിന് മെസ്സേജ് എഴുതിയത് ടീച്ചറിന് മെസ്സേജ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഇത്രയും പഠിച്ചിട്ട് തന്നെ വോയിസ് മെസ്സേജ് ടീച്ചറിന് അയച്ചു തരണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കൾക്ക്? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare.